ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ കെയറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെമ്പരത്തി താളി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് കുറച്ച് ചെമ്പരത്തി പൂവാണ്. നമുക്ക് എത്ര ചെമ്പരത്തി പൂ കുറച്ച് കൂടുതലിട്ട് അതെടുക്കാം. അതേപോലെ പൂവിന്ന് കുറച്ച് കുറവ് ഒരു 4-5 ചെമ്പരത്തി ഇലയും, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നവര ഇലയാണ്. 2-3 നവര ഇല മാത്രം മതി. പിന്നെ നമുക്ക് ചെമ്പരത്തിയുടെ മൊട്ട് കിട്ടുമെങ്കിൽ അതും എടുക്കാവേ. പിന്നെ ഞാൻ എടുത്തത് കറിവേപ്പിലയും, പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയും കൂടെയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്പൂണോളം ഉലുവ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് എത്രയാണ്, ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് എൻ്റെ മുടിക്ക് പാകത്തിന്. മുടി കൂടുതലായിട്ടുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ ഉലുവ അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നേരത്തോളം ആ ഉലുവ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ച കറിവേപ്പില, അതിന് മുന്നേ തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. കാരണം അതിനകത്ത് നമുക്ക് ഒരുപാട് പൊടിയഴുക്കൊക്കെ കാണും. അതെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഇലകളെല്ലാം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചെമ്പരത്തി പൂവിൻ്റെ ആ പൂവും പൊടി ഉണ്ടല്ലോ അതിനൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ചെമ്പരത്തി പൂ അതിനകത്ത് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കണം. അപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ കളർ കണ്ടോ, റെഡായിട്ട് ആ ചെമ്പരത്തി പൂവിൻ്റെ എല്ലാ കളറും അതിനകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി ഇപ്പം ഞാനിതൊരു ഈവനിങ്ങിലാണ് തേക്കുന്നതെങ്കിൽ ഞാനൊരു ഉച്ചയാകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കും. എന്തെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോൾ വെള്ളമൊക്കെ നല്ല തണുത്ത് ഇതിനകത്തുള്ള എല്ലാം അതിനകത്തോട്ട് ഇറങ്ങും. എന്നിട്ട് നമ്മൾ അതിനെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് ഞവടി മിക്സ് ചെയ്ത് ഞെക്കിപ്പിഴിഞ്ഞ് ആ കൊത്തൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ താളി ഇവിടെ റെഡി ആയിക്കിട്ട് നമുക്കിത് കല്ലിലിട്ട് ഉരയ്ക്കാം, മിക്സിയിലിട്ട് അരിച്ചെടുക്കുക, ഒന്നും ചെയ്യേണ്ട, ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ എല്ലാ സത്തും അതിനകത്തോട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യും. ഇനി ഞാനിത് എണ്ണയൊന്നും തേക്കില്ല, ഡയറക്റ്റായിട്ട് തലയൊട്ടിയിൽ മാത്രം ഒന്ന് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് കുളിക്കാൻ സമയത്ത് ബാക്കിയിരിക്കുന്നതിന് തലമുടിയിലൂടെ ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂറോളം തലയിൽ വെക്കുന്നതായിരിക്കും നല്ലത്, തണുപ്പും കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പൊടിയെ നമ്മളെ തലയിൽ തങ്ങി നിൽക്കുക, പിന്നെ കഴുകുമ്പോൾ ബുദ്ധിമുട്ടാവേ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ചാൽ നമുക്കിങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ ഒലിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ തലയോട്ടിയിൽ പാകത്തിനുള്ളത് മാത്രം തേച്ച് അരമണിക്കൂർ വെച്ചതിന് ശേഷം ബാക്കി കുളിക്കുമ്പോഴത്തേക്കും കഴുകി കളയണം. പൊടിയിലൂടെ ഒഴിച്ച് കഴുകി കളയണം. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.